വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചന വെളിപ്പാടുകൾ, ദൈവിക ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു സന്ദേശം ഇതാണ്. ഫിലിപ്പി ലേഖനം അതിൻ്റെ 4:4 അവിടെ പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രത്യേക ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് മറുപടി ലഭിക്കും, ചിലപ്പോൾ വളരെ താമസിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലതിന് മറുപടി ലഭിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വചനത്തിന്റെ വെളിപ്പാട് ദൈവത്തോട് എന്തെങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം ആദ്യം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരികയല്ല. ഇവിടെ പറയുകയാണ്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ദൈവത്തിന് എല്ലാം ഓർഡറാണ്, എല്ലാം ക്രമത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ വചനത്തിന്റെ വെളിപ്പാടിൽ നമ്മൾ നിന്നാൽ കറക്റ്റ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം. വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ വിചാരപ്പെടാം, നമ്മൾ മനുഷ്യരാ. എന്നാൽ വചനം പറയുന്നു വിചാരപ്പെടരുത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം. വിചാരം വരും, അത് നമ്മെ കവിയാനിടയാകല്ലേ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം മനുഷ്യനാണോ? വികാരങ്ങളിൽ ഒരു കാര്യമാണ് നമുക്ക് ഭാരങ്ങൾ വരുന്നത്, ചിന്തകൾ വരുന്നത്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓവർ ആങ്സൈറ്റി ഇതൊക്കെ വരുന്ന. പക്ഷെ അതിൽ നാം പെട്ടുപോകരുതെന്നാ കർത്താവ് പറഞ്ഞേ. വേണം ഇങ്ങനെ പണ്ടൊരാൾ പറഞ്ഞ പോലെ, പക്ഷി തലയുടെ മുകളിലൂടെ പറക്കാം, തലയിൽ കൂട് വെക്കാൻ അനുവദിക്കരുത്. ആ വിചാരങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താനിടയാകല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, എന്താണ് സ്തോത്രത്തോടെ കൊടുക്കുക എന്ന് പറഞ്ഞതിനർത്ഥം? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമേ നീ ചെയ്തു, പിറുപിറുപ്പോടല്ല. ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്നാ ലഭിച്ചു, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് എനിക്ക് എന്ത് ലഭിച്ചു? ആ അപ്പൻ്റെ വീട്ടിലെ മൂത്ത മകൻ പറയുന്ന പോലെ, ഞാൻ ഇത്രയും നാളായി നിന്നെ സേവിക്കുക. ഇത് പറയുന്നതിന് പോലെ, കർത്താവേ കഴിഞ്ഞ കാര്യങ്ങൾ നീ നടത്തി, ഞാൻ കാണുന്നില്ല, നീ വിശ്വസ്തന്, നീ അന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്നും നീ പ്രവർത്തിക്കാൻ ശക്തന, നിന്റെ ഒരു അത്ഭുതം നീ ചെയ്യണേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നത്. അപ്പം നന്ദിയോടെ, അതാണ് സ്തോത്രത്തോടെ, വിത്ത് താങ്ക്സ് ഗിവിങ് ദൈവത്തോട് അറിയിക്കണം. ദൈവസന്നിധിയിൽ അത് കൊടുക്കണം. നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അയക്കുകയാണ്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് അതിൽ, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നിങ്ങളുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. അപ്പം അറിയിക്കത്ര. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഹൃദയങ്ങളെയും നനവുകളെയും. ഇവിടെ എന്തെങ്കിലും സമ്പത്ത് തരാമെന്നോ, ആരോഗ്യം തരാമെന്നോ, ബലം തരാമെന്നോ, സഭ വർദ്ധിപ്പിക്കാമെന്നോ, അല്ലെ ആത്മാക്കളെ തരാമെന്നോ, കുഞ്ഞുങ്ങൾക്ക് PRD ഇതൊന്നും പറയുന്നില്ലല്ലോ. അവിടെ എന്തോ പറയുന്നേ? സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു സ്വസ്ഥത ലഭിക്കും. ആ സ്വസ്ഥത, പീസ് ഓഫ് മൈൻഡ്, റെസ്റ്റ് ഓഫ് മൈൻഡ്, അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിനൊരു ഇല്ലുസ്ട്രേഷൻ പോലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു നല്ല ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണത്തിന് കഴിക്കാനിരിക്കുമ്പോൾ അവിടെ ആദ്യം നിങ്ങൾക്ക് അവിടെ വെള്ളം വെക്കും, അല്ലെ ടിഷ്യൂടെ കൊണ്ടുവെക്കും. കുറെ കഴിയുമ്പോൾ അവർ ആ പ്രിപ്പയർ അകത്ത് നിങ്ങൾ ആദ്യം വരുന്നവർ ഓർഡർ എടുക്കുകയാണ്. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അകത്ത് ആ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ പ്ലേറ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. വീണ്ടും കുറെ കഴിയുമ്പോൾ വീണ്ടും വെള്ളം കൊണ്ട് വെക്കുന്നു. നിങ്ങൾ ആ ടിഷ്യൂ ഒക്കെ എടുത്ത്, അറിയാമല്ലോ നമ്മൾ ആ പ്ലേറ്റ്. അപ്പം നമുക്കറിയാം അകത്തൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുക. പിന്നെയാണ് നമ്മുടെ ഫുഡുമായി വരുന്നത്. അർത്ഥം ആദ്യ പടിയാണ് സമാധാനം. ഈ സമാധാനം നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഫീൽ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെസ്സേജ് സ്വർഗത്തിൽ ചെന്നിട്ടില്ല. അഥവാ ചെന്നെങ്കിൽ നിങ്ങൾ ആശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ സംശയിക്കുകയാണ്. കാരണം യാക്കോബ് പറയുന്ന പോലെ, സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമൻ, അവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുകയില്ല. നമ്മൾ ദൈവസന്നിധിയിൽ കൊടുത്തു, അപ്പം നമുക്ക് എന്ത് ചെയ്യും? ലഭിച്ച പോലൊരു സന്തോഷം. ഞാനൊരു കാര്യം നമ്മൾ പറയാം. ഒരിക്കലും എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു മകള് പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടായി, ഫ്ലൂയിഡൊക്കെ ഇതായി. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് അതെനിക്ക് തോന്നുന്നു അബോർഷൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകുന്നതിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഓരോ അറിയാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ
ദൈവം എനിക്ക് ഭയങ്കരമായ ഒരു ഭാരം അഭിഷേകം തന്നെ 2-3 മിനിറ്റ് എടുത്തോളൂ. ഞാൻ വൈകിട്ട് ഡിന്നർ കഴിഞ്ഞ് മുറി ചെല്ലുമ്പോൾ ഞാൻ ആ ദൂരെ, അതായത് ഔട്ട് ഓഫ് കേരള, അവിടേക്ക് എൻ്റെ ആത്മാവിൽ ഞാൻ ചെന്ന് അത് പ്രാർത്ഥിച്ച് ഒരു വെളിപ്പാടിൽ അത് ഞാൻ ആ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കർത്താവേ, നീ കൊടുത്ത കുഞ്ഞ്, അതിനൊന്നും സംഭവിക്കല്ലേ ദൈവമേ. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, തിയേറ്ററിൽ കയറ്റി, ഇനി ഒരു പ്രതീക്ഷയില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, അനവധി പേരുടെ പ്രാർത്ഥനകൾ. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത കാര്യമോ, ഞാൻ പെട്ടെന്ന് ആ 3-4-5 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് നേരെ ഞാൻ എൻ്റെ വൈഫിനോട്, ഞാൻ കിച്ചണിൽ ചെന്ന് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞു, ദേ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ, അത് നഷ്ടമാകത്തില്ല, ആ കുഞ്ഞിനെ ലഭിക്കും. വൈഫ് പറഞ്ഞു, ഓക്കെ, താങ്ക് യു, ഗ്ലോറി ടു ഗോഡ്. പക്ഷെ നിങ്ങൾ കേട്ടോണം, കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു. ഇന്ന് ആ കുഞ്ഞിന് 5-6 വയസ്സോടെ ആരോഗ്യത്തോടെ. കാരണം ഞാൻ എന്താ പറയുന്നത്, ഞാൻ ആ വെളിപ്പാടിൽ എനിക്കകത്തൊരു പീസ് കിട്ടി, അത് നടന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാത്ര വേണം. ചില സമയത്ത് ഒരു കോവിഡ് സമയങ്ങളിൽ ഞാൻ 1-2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അവരതിൽ നിന്ന് പുറത്തു വന്നു. അപ്പം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആരോടെ, മിക്കവാറും വീട്ടിലായതുകൊണ്ട് എൻ്റെ വൈഫിനോടായിരിക്കും ഞാൻ പറയുന്നത്, അല്ലെ പിറ്റേ ദിവസമാണല്ലോ ചർച്ച മെമ്പേഴ്സ്, അല്ലെ ഒരാളോട്, ആര് പ്രസൻറ്റിലുള്ളവരോട് ആ വിഷയം നടന്നു കേട്ടോ എന്ന് ഞാൻ എല്ലാത്തിനും പറയത്തില്ല, ഉറപ്പാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഒരു വിഷയം, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ വ്യവസ്ഥ കണ്ടോ, ആദ്യത്തെ വ്യവസ്ഥയാണ്. നിങ്ങളിൽ അത് കടന്ന് പ്രാർത്ഥിക്കാൻ പോലും വയ്യ. ചിലർ പറയും, പക്ഷേ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, പാട്ടുപാടാൻ പോലും തകർന്ന് ഞാൻ. ആ വ്യക്തിക്ക് വലിയ പാടാ. അത് നമുക്കറിയാം, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ വിടുതൽ പെട്ടെന്ന് ലഭിക്കാൻ പാടാ. തെളിഞ്ഞ മനസ്സായിരിക്കണം. അത് നിങ്ങൾ ദൈവത്തെ സംശയിക്കും എന്നുള്ളതാണ്. അപ്പം നല്ലൊരു മൈൻഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ സന്തോഷത്തോടെ സ്തോത്രത്തോടെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്നെ നടത്തി ദൈവമേ, നീ ഇനിയും വീണ്ടും പ്രവർത്തിക്കാൻ ശക്തൻ, അതൊരു ദൈവസന്നിധിയിൽ അറിയിച്ചാൽ ദൈവം ആദ്യം തരുന്ന സകല ബുദ്ധിയും കവിന് സമാധാനമാണ്. എലിയാവതാ പറഞ്ഞ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു, രക്തസ്രാവണ സ്ത്രീ പറഞ്ഞ പോകും, തൊങ്ങലെങ്കിലും തൊട് ഞാൻ സൗഖ്യം പ്രാപിക്കും. അവിടെ അകത്ത് ഉറപ്പ് കണ്ട് യേശുവിനെ കണ്ട് കിട്ടിയാൽ മതി. ഇനി നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലേലും യാതൊന്നുമില്ലേലും ആ വസ്ത്രത്തിന് തൊങ്ങലും തൊട്ടാൽ മതി. ഇതാണ് വചന വെളിപ്പാട്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, നിങ്ങളുടെ വലിയൊരു കടഭാരമായിരിക്കും, വലിയൊരു രോഗം, ഇപ്പം ക്യാൻസർ 4 സ്റ്റേജ് ആണ് നിങ്ങളുടെ അകത്ത്. അതിലൂടെ ദേവദാസനെ കുറിച്ച് ഞാൻ പറഞ്ഞു, എല്ലാം പോവാന്ന് പറഞ്ഞു. വൈഫിനോട് വരെ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു, തീർന്നു, ഞാൻ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്തണം. കാരണം ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നുമില്ല, എല്ലാം അതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്കായി. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ദൈവം ഒരു വചനം കൊടുത്തു, ഞാനും ബാലനും അടുത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരട്ടെ. ആ ഒരു ബലം തന്നിലേക്ക് വന്നപ്പോൾ ആ സമാധാനം പറഞ്ഞ് തന്നെ ഫീൽ, ആ സമാധാനം വീണ്ടും ചില ട്രീറ്റ്മെൻറ്റിലൂടെ പോയി അദ്ദേഹം പുറത്തു വരാനിടയായി. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അകത്തൊരു സമാധാനം വരും. ആദ്യമേ ഞാൻ സൗഖ്യമായി, ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും, ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന് നിങ്ങൾക്ക് വരുന്നു. അതാണ് സമാധാനം. ആ സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, പിന്നെ അലട്ടായില്ല, പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല, എന്തായി തീരും, ഇങ്ങനെയാണ്, വലിയ പാടാ. നിങ്ങൾ ആ സമാധാനം നിങ്ങളിലുണ്ടെങ്കിൽ, അതാണ് പത്രോസ് 4 ചേവരുടെ നടുവിൽ കടന്ന സമാധാനം. ലോകം തരുന്നല്ല, ഗിവ് യു മൈ പീസ് നോട്ട് ആസ് വേൾഡ് ഗിവ്സ്. ഈ സമാധാനം നിങ്ങളെ അത്ഭുതങ്ങളിലേക്ക് നയിക്കും. ഈ സമാധാനം എന്ന് കഴിയുമ്പോൾ ഞാൻ ആ പാത്രം, ആ പ്ലേറ്റ് കൊണ്ടുവരുന്ന പോലെ ദൂതന്മാർ അടുത്ത മറുപടിയുമായി നിങ്ങളെ തേടി വരും. ആമേൻ, ആമേൻ. വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഗോഡ് ബ്ലെസ് യു.